ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ട് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. കാരണം അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ആയിരുന്നു. അതായത് ആ 3 മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ ബാക്കി കണ്ടിന്യൂവേഷൻ ആണ്. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്, അതുപോലെ തന്നെ കൂളംസ് ലോ, ഈ ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ, അതായത് ഇലക്ട്രിക് ചാർജിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഇലക്ട്രിക് ചാർജസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞ സമയത്ത് ലൈക്ക് ചാർജസ് വിൽ റിപ്പൽ, അൺലൈക്ക് ചാർജസ് അട്രാക്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതല്ലാതെ 1-2-3 ബേസിക് ആയിട്ടുള്ള മറ്റ് പ്രോപ്പർട്ടീസ് കൂടി ഉണ്ട് ഇലക്ട്രിക് ചാർജസിന്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പ്രോപ്പർട്ടീസ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് ആണ്. അതായത് ഇപ്പോൾ ഒരു സിസ്റ്റം കണ്ടെയ്ൻ ചെയ്യുന്ന n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് Q1, Q2, Q3 അങ്ങനെ n നമ്പർ ഓഫ് ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ചാർജ് കാണണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദി ആൾജിബ്രൈക് സം ഓഫ് ദ ഇൻഡിവിജ്വൽ ചാർജസ്. അതായത് അവിടെ ഉണ്ടാവുന്ന എല്ലാ ചാർജുകളുടെയും സമ്മ് കണ്ടാൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ചാർജ് കിട്ടും. അതാണ് നമ്മൾ അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറയുന്നത്. അതായത് if a system contains n charges, that is Q1, Q2, Q3, etc. Qn, then the total charge on the system, ആ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ടോട്ടൽ ചാർജ് നമ്മൾ എങ്ങനെ കാണാൻ പറ്റും? അതായത് അവയെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി. അതായത് Q will be equal to Q1 plus Q2 plus etc. plus Qn, that is the total charge on the system will be equal to the algebraic sum of the individual charges. Individual charges ന്റെ algebraic sum കണ്ടാൽ അതായിരിക്കും എന്താണ് ഉണ്ടാവുന്ന ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം. അതിന് നമ്മൾ പറയുന്ന പേരാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ സാധാരണ മാത്സിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്താൽ മതി, എത്ര ചാർജസ് ആണ് ഉള്ളത് അവയെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം കിട്ടും. രണ്ടാമത്തെ കേസ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ് എന്നുള്ളത്? നമ്മളൊരു ബോഡിയിൽ ഉണ്ടാവുന്ന ചാർജ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ഒബ്ജക്റ്റിലാണെന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടാവുന്ന ചാർജ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ, അതായത് ദാറ്റ് വിൽ ബി എൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ് ആയിരിക്കും. അതായത് എത്ര ചാർജ് ആണോ ഒരു സിസ്റ്റത്തിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ് ആണ്. നമ്മൾ ഇലക്ട്രോണിന്റെ ചാർജ് അറിയാം നമുക്ക്, അല്ലെ? ഈസികൾ 1.602 × 10⁻19 കൂളമാണ്. അത്രയും ചാർജ് ആണ് എന്നുള്ളത് ഇലക്ട്രോണിനകത്തുള്ളത്. നെഗറ്റീവ് ചാർജ് ആണുള്ളത്. ഇനി നമ്മളൊരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാവുന്ന ചാർജ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? Q will be equal to plus or minus n into E ആയിരിക്കും. അതായത് n എന്ന് പറയുന്നത് ഇവിടെ 1, 2, 3 etc. എന്ന് പറയാം. അപ്പോൾ നമുക്ക് എപ്പോഴും എന്തായിരിക്കും? അതൊരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ് ആയിരിക്കും. ഇലക്ട്രോണിക് ചാർജ് ആണ് ഇവിടെ E എന്ന് പറയുന്നത്. അതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? n into E എന്ന് പറയാം. സോ പ്ലസ് ഓർ മൈനസ് n into E എന്ന് പറയുന്നതാണ് എന്ത്? ഒരു ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ചാർജ് ഓൺ എ ബോഡി ഈസ് ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ്. നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു ചാർജ് ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് ഒരിക്കലും അതായത് ഒരു 1.5 ഇലക്ട്രോൺ അല്ലെങ്കിൽ 2.5 ഇലക്ട്രോൺ ആ രീതിയിൽ ചാർജസ് എന്ത് ചെയ്യില്ല, ട്രാൻസ്ഫർ ചെയ്യില്ല. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ മാത്രമേ നടക്കൂ. നമുക്കറിയാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഒരു 1 E 2 E 3 E 4 E ആ രീതിയിൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, ചാർജസ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാതെ 1.5 ഇലക്ട്രോൺ അല്ലെങ്കിൽ 2.5 ഇലക്ട്രോൺ ഓർ 3.5 ഇലക്ട്രോൺ ആ രീതിയിൽ എന്ത് ചെയ്യില്ല, ഒരു ചാർജ് ഒരിക്കലും സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫർ മാത്രമാണ് എപ്പോഴും നടക്കുള്ളൂ ഒരു സിസ്റ്റത്തിനകത്ത്. അതിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Q is equal to plus or minus n into E. E എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. ദാറ്റ് ഈസ് 1.602 × 10⁻19 കൂളം ആൻഡ് n is 1, 2, 3 etc. ഓക്കെ, അതായത് എപ്പോഴും ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ് ആയിട്ടായിരിക്കും നിൽക്കുന്നത് ഒരു ചാർജ് ഓഫ് എ ബോഡി എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്ലിയർ? അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മൾ ഇത് ഈ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് തിയറി പാർട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ്? ഒരിക്കലും ഒരു 1.5 ഇലക്ട്രോൺ അല്ലെങ്കിൽ 2.5 ഇലക്ട്രോൺ അല്ലെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓൺലി കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഈസ് occurring. So that means the charge of a body is the integral multiple of an electronic charge. That is Q is equal to plus or minus n into E, where n is equal to 1, 2, 3 etc. Clear? Next one is conservation of charges. വളരെ ഈസിയാണ്. നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്? ചാർജസ് can neither be created nor be destroyed.
അതായത് ചാർജസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നിർമ്മിക്കാനും അതുപോലെ തന്നെ നശിപ്പിക്കാനും സാധ്യമല്ല. ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതായത് ചാർജസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ആണ്. അപ്പോൾ അത് നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഫ്രിക്ഷന്റെ കേസ് പറഞ്ഞു അല്ലെ, റബ്ബ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്, ഗ്ലാസ് റോഡിൽ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് വാസ് ട്രാൻസ്ഫറിങ് ഫ്രം ഗ്ലാസ് റോഡ് ടു സിൽക്ക് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഗ്ലാസ് റോഡ് എന്തായിട്ട് മാറി, പോസിറ്റീവ് ആയിട്ട് മാറി, സിൽക്ക് നെഗറ്റീവ് ആയിട്ട് മാറി. അപ്പൊ എന്താണ്, എത്ര ഇലക്ട്രോൺ ആണോ ട്രാൻസ്ഫർ ചെയ്തത് ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, സിൽക്കിന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നില്ല, അതായത് ചാർജുകൾ കൂടുതലായിട്ട് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഉള്ള ചാർജസ് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അതായത് ആ ടോട്ടൽ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ചാർജ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലെ. അതായത് അങ്ങോട്ട് അത് ട്രാൻസ്ഫർ മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളൂ, ഗ്ലാസ് റോഡിൽ നിന്ന് സിൽക്കിലേക്ക് ട്രാൻസ്ഫർ മാത്രമാണ് നടന്നിട്ടുള്ളൂ. പക്ഷെ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ചാർജ് എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ചാർജസ് എപ്പോഴും എങ്ങനെയാണെന്ന് പറയാം, കൺസേർവ്ഡ് ആണെന്ന് പറയാം. അപ്പൊ ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഒരെണ്ണം നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, അതായത് ലൈക്ക് ചാർജസ് വിൽ റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് ദർ ആർ n number of charges on a system, then the total charge on the system will be the algebraic sum of the individual charges, that is q is equal to q1 plus q2 plus etc plus qn. ഇനി അതേപോലെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. എപ്പോഴും ക്വാണ്ടൈസേഷൻ എന്താണ്, ചാർജ് ഓഫ് എ ബോഡി ഇസ് ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് an electronic charge, that is q is equal to plus or minus n into e ആണ്. Here n is equal to 1 2 3 etc. Then the third one is conservation of charges. Conservation എന്താണ് ഉദ്ദേശിക്കുന്നത്, charges can neither be created nor be destroyed but can be transferred from one form to another. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജിനകത്ത് പഠിച്ചിരിക്കുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്, കൂളംസ് ലോ. അതിലേക്ക് പോകാം. ഇനി നോക്കാൻ പോകുന്നത് കൂളംസ് ലോ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ്. അപ്പൊ നമുക്ക് കൂളംസ് ലോ യൂസ് ചെയ്തുകൊണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എങ്ങനെയാണ് കാണാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് രണ്ട് ചാർജസ് തന്നിട്ടുണ്ടെങ്കിൽ അവയ്ക്കിടയിൽ ഉണ്ടാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അല്ലെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് കാണുന്നത്, അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാണുന്നത്. ഇവിടെ നമ്മൾ കൂളംസ് ലോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് പോയിന്റ് ചാർജസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് q1 q2 എന്ന് പറയുന്ന രണ്ട് പോയിന്റ് ചാർജസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ദേ ആർ കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് r എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലാണ് ഈ രണ്ട് പോയിന്റ് ചാർജസ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the electrostatic force between the 2 point charges that will be directly proportional to the product of their charges. ഫസ്റ്റ് പറയുന്നത് എന്താണ്, അവയ്ക്കിടയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് directly proportional to the product of their charges ആയിരിക്കും. അതായത് F will be proportional to q1 q2 എന്ന് പറയാം അല്ലെ. Then the force will be inversely proportional to square of the distance between them. അപ്പോൾ ആ ഫോഴ്സ് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ നോട്ട് ചെയ്യാൻ പറ്റും, അതായത് F is proportional to 1/r² എന്ന് പറയാം. സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറയാം. കൂളംസ് ലോ പറയുന്നതാണ്, അക്കോർഡിംഗ് ടു കൂളംസ് ലോ the electrostatic force between the 2 point charges is directly proportional to the product of their charges and inversely proportional to square of the distance between them. അതായത് F is proportional to q1 q2 and F is proportional to 1/r². Here q1 and q2 are the 2 point charges, r is the distance between q1 and q2. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് അതിനൊരു ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റാം. എങ്ങനെ മാറ്റാൻ പറ്റും, F is proportional to q1 q2 ആണ്. ഇവിടെ F is proportional to 1/r² ആണ്. LHS രണ്ടും സെയിം ആണ്, നമുക്ക് ഒരു ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാമല്ലോ. സോ F will be proportional to എന്താണ്, q1 q2/r² എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. വി ആർ യൂസിങ് ദ കോൺസ്റ്റന്റ് k. സോ F will be equal to k into q1 q2/r². ഇനി k യുടെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ദ മീഡിയം, നമ്മൾ എടുക്കുന്ന മീഡിയത്തിന് ആണ് അത് ഡിപെൻഡ് ചെയ്യുന്നത്. ആൻഡ് ദ വാല്യൂ ഓഫ് k is found to be 1/4πε. ഓക്കെ, 1/4πε ആണ്. ഇനി എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു പുതിയ ക്വാണ്ടിറ്റി ആണ് അല്ലെ, ദാറ്റ് ഈസ് കോൾഡ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അപ്പോൾ എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ആണ്. ഇനി അപ്പോൾ ആ ഇക്വേഷനിൽ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. k യുടെ വാല്യൂ 1/4πε എന്ന് പറയുന്നതാണ് k യുടെ വാല്യൂ. സോ F will become F is equal to 1/4πε q1 q2/r². വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. F is equal to 1/4πε
Q1 Q2 by R square എന്ന് പറയുന്നത്. ഇനി ഈ 1/4 pi എപ്സിലോൺ എന്ന് പറയുന്നത് ഇവിടെ K എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇത് ഫ്രീ സ്പേസിലാവുന്ന സമയത്ത് നമുക്ക് ഈ എപ്സിലോണിന് പകരം, ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐദർ വാക്യൂം ആയിരിക്കാം അല്ലെങ്കിൽ എയർ ആയിരിക്കാം. അപ്പൊ നമ്മൾ ഈ ചൂസ് ചെയ്തിട്ടുള്ള മീഡിയം, അതായത് Q1 ഉം Q2 പ്ലേസ് ചെയ്തിട്ടുള്ളത് വാക്യൂത്തിലാണ് അല്ലെങ്കിൽ എയറിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ എങ്ങനെ കാണാം? ഈ 1/4 pi എപ്സിലോൺ എന്ന് പറയുന്നതിന് പകരം നമുക്ക് 1/4 pi എപ്സിലോൺ 0 എന്ന് എഴുതാം. അതായത് ദാറ്റ് ഈസ് കാൾഡ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതായത് എപ്സിലോൺ 0 പറയുന്നതാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇക്വേഷന് മാറ്റം വരും? F is equal to 1/4 pi epsilon 0 Q1 Q2 by R square എന്ന് എഴുതാം. So in the case of free space, the equation becomes F is equal to 1/4 pi epsilon 0 Q1 Q2 by R square. ഇനി epsilon 0 നമ്മൾ പറഞ്ഞതാണ് permittivity of the medium of free space ആണ് epsilon 0 എന്ന് പറയുന്നത്. Epsilon is permittivity of medium. ഇനി permittivity of free space ന്റെ ഒരു ഫിക്സഡ് വാല്യൂ ആണ് epsilon 0 is equal to 8.854 into 10⁻12 ആണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ ഈ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ? കാരണം 1/4 pi ഇവിടെ കോൺസ്റ്റന്റ് ആണ്, എപ്സിലോൺ 0യും കോൺസ്റ്റന്റ് ആണ് ഫ്രീ സ്പേസിലാവുന്ന സമയത്ത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 1/4 pi എപ്സിലോൺ 0 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്, ദാറ്റ് ഈസ് 9 into 10⁻9. Okay, so in the case of free space we can rewrite this equation as F is equal to 9 into 10⁻9 Q1 Q2 by R square. നമ്മൾ കാൽക്കുലേഷന്റെ സമയത്ത് നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. 9 into 10⁻9 into Q1 Q2 by R square എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോൺ. അപ്പോൾ കൂളംസ് ലോ പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ഗിവ് ദ force between, that is the electrostatic force between the 2 point charges. Okay, so according to Coulomb's law, the electrostatic force between 2 point charges is directly proportional to product of the charges and inversely proportional to square of the distance between them. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ മെൻഷൻ ചെയ്യാതെ F is proportional to Q1 Q2 ആണ്, F is proportional to 1 by R square. So we are getting F is proportional to Q1 Q2 by R square and F is equal to K into Q1 Q2 by R square. Here K is the constant, that is equal to 1/4 pi epsilon. അതായത് മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ, അതായത് അതർ ദാൻ ഫ്രീ സ്പേസ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു മീഡിയത്തിലാണ് നമ്മൾ ഈ ചാർജസിനെ കീപ്പ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ we are getting the value of K as 1/4 pi epsilon. Epsilon is the permittivity of medium, and in free space this epsilon becomes epsilon 0. So we can write F is equal to 1/4 pi epsilon 0 Q1 Q2 by R square in free space. ഇനി epsilon 0 is equal to 8.854 into 10⁻12. Then we substitute in 1/4 pi epsilon 0. We are getting the value as 9 into 10⁻9. So that is a constant. Now we can write the equation in free space as F is equal to 9 into 10⁻9 into Q1 Q2 by R square. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കൂളംസ് ലോയിൽ പഠിച്ചിരിക്കാനുള്ളത്. മാത്രമല്ല ഈ പുതിയ ക്വാണ്ടിറ്റി, അതായത് എപ്സിലോൺ എന്ന് പറയുന്ന പെർമിറ്റിവിറ്റി ആണ്, അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ വാല്യൂ എപ്സിലോൺ 0യുടെ വാല്യൂ, ദെൻ 1/4 pi എപ്സിലോൺ 0യുടെ വാല്യൂ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, കൂളംസ് ലോയുടെ വെക്റ്റർ ഫോം ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വെക്റ്റർ ഫോമിൽ നമുക്ക് എങ്ങനെയാണ് കൂളംസ് ലോയെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക നോക്കാം. അതായത് F is equal to 1/4 pi epsilon 0 Q1 Q2 by R square എന്നുള്ളതാണ് ഒരു ഫ്രീ സ്പേസിനകത്തിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ 2 ചാർജസ് Q1 and Q2 അല്ലെ, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇനി നമുക്ക് ഈ ഇക്വേഷനെ എങ്ങനെയാണ് വെക്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്, മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു യൂണിറ്റ് വെക്ടറിനെ നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്? യൂണിറ്റ് വെക്ടർ is equal to വെക്ടർ, അതായത് യൂണിറ്റ് വെക്ടർ A is equal to വെക്ടർ A divided by modulus of വെക്ടർ A എന്നല്ലേ എഴുതാം. ഓക്കെ, വെക്ടർ A divided by modulus of വെക്ടർ A എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറിന് ഈക്വൽ ആണ്. നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് എന്താണ്? വെക്ടർ ഫോം ആണ് വേണ്ടത്. അതായത് വെക്ടർ A നമുക്ക് അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ എഴുതാൻ പറ്റും? വെക്ടർ A is equal to modulus of വെക്ടർ A into യൂണിറ്റ് വെക്ടർ A. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഇവിടെ മോഡുലസ് ഓഫ് വെക്ടർ എക്ക് ഈക്വൽ ആണ്, അതായത് ഇവിടെ ഫോഴ്സ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഫോഴ്സിന്റെ, അതായത് വെക്ടർ ഫോം കാണാന്നുണ്ടെങ്കിൽ, അതായത് വെക്ടർ എഫ് വിൽ ബി ഈക്വൽ ടു എന്തെഴുതാം? ഈ ഇക്വേഷനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജസ് ആണുള്ളത്. ആ രണ്ട് ചാർജസ് അപ്പോൾ Q1 അതുപോലെ തന്നെ Q2 ആണുള്ളത്. Q1 Q2 ഈ രണ്ട് ചാർജസ് എടുത്തു കഴിഞ്ഞാൽ they are at a distance r. Q1 എന്ന് പറയുന്ന ചാർജ് Q2 ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും,
അതേപോലെ തന്നെ Q2 ഓൾസോ വിൽ ആക്ട് ഓൺ Q1. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഈ ഫോഴ്സുകളെ റെപ്രസെന്റ് ചെയ്യാം. അതായത് ഈ ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 അതിനെ നമ്മൾ F12 എന്ന് എഴുതാം. അതായത് F12 എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ് ഓൺ Q1, അതായത് Q1-നകത്ത് Q2 ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് F12 is equal to 1/4πε0 Q1 Q2 by R square. ഇവിടെ നമ്മൾ വെക്ടർ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ യൂണിറ്റ് വെക്ടർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഇവിടുത്തെ യൂണിറ്റ് വെക്ടർ നമ്മൾ ഇത് F12 ആയതുകൊണ്ട് നമ്മൾ യൂണിറ്റ് വെക്ടറിനെ R12 എന്ന് എടുക്കുകയാണ്. ദാറ്റ് ഈസ് R12 ക്യാപ് ഈസ് ദ യൂണിറ്റ് വെക്ടർ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്തായി മാറി? അതായത് ഇവിടുത്തെ F12 എന്ന് പറയുന്നത്, അതായത് വെക്ടർ F12 is equal to 1/4πε0 Q1 Q2 by R square into R12 ക്യാപ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതായിരിക്കും എന്ത്? വെക്ടർ ഫോം ഓഫ് കൂളംസ് ലോ. ഹിയർ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് F12 is the force on Q1 due to Q2. അതായത് Q1-ൽ Q2 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് F12. അതായത് ഇവിടെ വെക്ടർ ഫോമിലാണ് എഴുതിയിട്ടുള്ളത് വെക്ടർ F12 that is equal to 1/4πε0 Q1 Q2 by R square. ഇത്രയും ഭാഗത്തിന് മാറ്റം വരുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഇക്വേഷനെ ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് R12 ക്യാപ്. അപ്പോൾ യൂണിറ്റ് വെക്ടറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മാറ്റം, അതിന്റെ വാല്യൂവിന് മാഗ്നിറ്റ്യൂഡിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. സോ R12 ക്യാപ് എന്നുള്ളത് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. നൗ വി ആർ ഗെറ്റിംഗ് ദ വെക്ടർ ഫോം ഓഫ് കൂളംസ് ലോ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി R12 is the യൂണിറ്റ് വെക്ടർ. ക്ലിയർ? ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തൽക്കാലം ഈ വീഡിയോ നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.